ആ ഡ്യൂഡിലേക്കൊന്ന് മാറാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ USVRൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് അതിഥിയായി വന്നിട്ടുള്ളത് ഒരു ആലപ്പുഴക്കാരനാണ്. പ്രേക്ഷകരും ദൈവമുണ്ട്. പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ദൈവമാണ്. മമ്മൂട്ടി സാറിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലെന്നുള്ളതാണോ? അത് വലിയൊരു പവറാണ്. അപ്പോൾ ആള് ഫുൾ പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും പറയുന്നപ്പ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ടീച്ചർ എന്നോട് പറഞ്ഞിട്ടാ നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ വല്ല മിമിക്രിയും കളിക്കാൻ പോകാൻ പറഞ്ഞു. വയലൻസ് വയലൻസ് വയലൻസ്. എനിക്കാരോടും ശത്രുതയില്ല, എൻ്റെ ശത്രുതയാരും താങ്ങത്തുമില്ല. അടിക്കൈ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ USVRൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് അതിഥിയായി വന്നിട്ടുള്ളത് ഒരു ആലപ്പുഴക്കാരനാണ്. ഫിഗർ ഷോയിലൂടെയും സൗണ്ട് ഇമിറ്റേഷനിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഫെയിം ആയിക്കൊണ്ടിരിക്കുന്ന സുമേഷ് തുറവൂർ. ചേട്ടാ നമസ്കാരം. നമസ്തേ. നമസ്തേ. ഓക്കെ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നല്ല വിശേഷം. നല്ല വിശേഷം. പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ്? പുതിയ വർക്കെന്ന് വെച്ചാൽ ആട് 3 വലിയൊരു ഭാഗ്യം. ആട് 3 പിന്നെ ഏട്ടന് പാടില്ലാതെ വന്നതിന് ശേഷം ഓഹോ ഒരു ദിവസം ഷൂട്ടിന് എന്നെ വിളിച്ചു. അത് പിന്നെ മൂലമുറ്റത്ത് വെച്ചായിരുന്നു, തൊടുപുഴ. ലോങ് ഷോട്ടാണ്, എന്നാൽ പോലും ഫ്രെയിമിൽ വരുമ്പോൾ വിനായകൻ ചേട്ടനായിട്ട് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ചേട്ടനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് പറയാമോ? ചേട്ടനും എന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരു 10-35 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്, മിമിക്രി ഫീൽഡിലുണ്ട്. കുട്ടിക്കാലം തൊട്ടേ ഈ സ്കൂൾ തൊട്ട് നമ്മൾ മിമിക്രിയൊക്കെ കളിക്കുന്നൊരു പയ്യനായി. അതിനുശേഷം ഇങ്ങനെ വന്നപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടാ നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ വല്ല മിമിക്രിയും കളിക്കാൻ പോകാൻ പറഞ്ഞു. അതങ്ങനെ തന്നെയായി. ദൈവം സഹായിച്ചിട്ട് ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ എല്ലാ ചാനലിലും കളിക്കാൻ പറ്റി. ടീച്ചർ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത്. അന്ന് അവിടെ നിന്നായിരുന്നു ഈ തുടക്കം. അവിടെ നിന്നാണ് തുടക്കം. ഈ കൂടുതൽ ഈ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് മീൻസ് പ്രേക്ഷകരും പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും സഹപാഠികളും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴായിരുന്നു? ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള സ്റ്റേജുകളിൽ പിന്നെ കുടിയൻ്റെ സ്കിറ്റ്. കുടിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആരാന്നറിയാം? അയ്യപ്പ ബൈജു. കറക്റ്റ്, അയ്യപ്പ ബൈജു. അപ്പോൾ അയ്യപ്പ ബൈജുവിൻ്റെ ശബ്ദവും അതേ രൂപവും ചെയ്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം അതാണ്. അങ്ങനെയാണ് നമ്മളിങ്ങനെ വന്ന് പിന്നീട് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആട് 1 വന്നു, ആട് 2 വന്നു, 3 മാർച്ച് 19 ഇറങ്ങാൻ പോകുന്നു. അല്ല, ഈ ആട് 3 വരാനായിട്ടുള്ള ഒരു സന്ദർഭം എന്തായിരുന്നു? അപ്പോൾ ആട് 3 വരാനുള്ള സന്ദർഭം എന്ന് വെച്ചാൽ ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തും വിളിച്ചിട്ട് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സുമേഷ് ചേട്ടാ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇച്ചിരി പണിയിലാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിനായകൻ ചേട്ടൻ 2-3 ഫോട്ടോ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ഫോട്ടോ ഇട്ട് കൊടുത്തു. ഒരു 7 മണി ആയപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു. രാവിലെ 5 മണിയാകുമ്പോൾ മൂലമറ്റത്ത് എത്തണമെന്ന് പറഞ്ഞു. അവിടെ പോയി ചെയ്തു. ഓഹോ, അല്ല അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ സിനിമ വേറെ ചെയ്തിട്ടില്ല? അതിന് മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്. ഉദയം കാത്തെന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ പിന്നെ മെയ് മാസം പടം ഇറങ്ങുകയാണ്. പക്ഷെ അതിന് മുമ്പൊരു കഥയുണ്ട്. ഞാൻ ഏഷ്യാനെറ്റ് 2012 നിൽക്കുമ്പോൾ ഞാനും ശശാങ്കനും കൂടി ഏഷ്യാനെറ്റിൽ നിന്ന് വയനാട് നമ്മുടെ ബൈജു മേലിൽ സാറ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമാ സിറ്റിയായ AVM സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അവിടെ ഒരു തമിഴ് പടത്തിൻ്റെ പിന്നെ വർക്കിന് ചെന്നു. വർക്ക് ചെയ്തു. ആ പടം നടന്നില്ല. അതെന്തോ അവർക്കെന്തോ ഫിനാൻസ് പ്രശ്നം എന്തോ സംഭവമായിട്ട് നടന്നില്ല. ഫസ്റ്റിലെ ആദ്യം 2012 നമ്മൾ അത്രയും വലിയൊരു ഫിലിം സിറ്റി ചെല്ലാനുള്ള ഭാഗ്യം ദൈവം ഉണ്ടാക്കി. ഈ ഇമിറ്റേഷനിലേക്ക് വന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഈ പ്രേക്ഷകൻ്റെ ഇടയിൽ വൈറലായിട്ടുള്ള ഒരു ഇമിറ്റേഷൻ ചെയ്തിട്ടുള്ള എന്തായിരുന്നു? വൈറലായിട്ടുള്ള ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ബേസ് പറയുകയാണെങ്കിൽ സിദ്ദിഖേട്ടൻ്റെ 2 ശബ്ദം, രണ്ട് വേരിയേഷൻ. അതൊരു പക്ഷേ ഇപ്പം മലയാളം നമ്മുടെ മിമിക്രിയിലെ ഏറ്റവും നല്ല പുലിയെന്ന് പറഞ്ഞാൽ മഹേഷ് കുഞ്ഞുമോന. ഞാൻ പറഞ്ഞത് മിമിക്രിയിലെ മെസ്സി എന്നാ പറയണ. അവനെ വെട്ടാൻ ആരുമില്ല, അസാധ്യ ഒരു കലാകാരനാണ്, നമ്മുടെ അനിയനാണ്. പക്ഷേ ഈ പിന്നെ ഒരു 20-25 വർഷം മുമ്പ് വെച്ചാൽ ഇപ്പോൾ ഗോഡ് ഫാദറൊക്കെ ഇറങ്ങിയിട്ട് 30 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടോ, അതിൽ മേലായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ട് ഞാൻ സിദ്ദിഖിൻ്റെ പഴയ ശബ്ദം ചെയ്യുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ 500 പറഞ്ഞാൽ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, തിന്നാൻ പറഞ്ഞാൽ തിന്നും. നീ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നുണ്ടല്ലോ, നിൻ്റെ കൂടത്ത് ഞാൻ നിൽക്കും. അതേ മറിച്ച് കൂടുമ്പോൾ വൈരാഗ്യം പറഞ്ഞ് അവളെ ചതിക്കാണ് നിൻ്റെ പ്ലാനിങ് ഉണ്ടല്ല. നിൻ്റെ നെഞ്ചത്ത് വെട്ട് ആദ്യം വീരവധനായിരിക്കും. ആ തള്ളക്ക് പ്രാന്താണ്. ആരെങ്കിലും ആനനെ കൊണ്ട് പനനീര് തെളിപ്പിക്കുക. പ്രാണസഖി ഞാൻ ഒരു നല്ല കൈയ്യടി തരാൻ പറ്റില്ല ചേച്ചിമാരെ. ഇതായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നന്നായി തുടങ്ങിയത്. പിന്നെ വേറൊരു വേരിയേഷൻ പുതിയ നമ്മുടെ പിന്നെ ഏട്ടൻ മമ്മൂട്ടി, മോഹൻലാലിൻ്റെ ഒക്കെ വലിയ വില്ലനായിട്ട് വന്നപ്പോൾ സിദ്ദിഖ് സാറിനുണ്ടായ ഒരു ശബ്ദ വ്യത്യാസം. അത് നമ്മുടെ ആൻമേരി കലിപ്പിലാണ്. അങ്ങനെയുള്ള കുറച്ച് സിനിമകളും കുറച്ച് സാധനമൊക്കെ ഇട്ട് അങ്ങനെ ഒരു വൈറൽ സെഗ്മെന്റ് ഉണ്ട്. അതെ, അതിൻ്റെ പുതിയ ശബ്ദം. എടാ എൻ്റെ മോളില്ലേ നാൻസി,
അവളുടെ അമ്മച്ചിയെ പോലെ കൊച്ച് കാണാൻ നല്ല മിടിക്കുകയാണ്. അവൾ എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. 5 പൈസ കൊടുക്കത്തില്ലെന്ന് കട്ടായം പറഞ്ഞാൽ പോയി. അതെൻ്റെ കൊച്ചിന് ഭയങ്കര സങ്കടമായിപ്പോയി. അന്നുണ്ടല്ലോ അവൾ സ്കൂളിലേക്ക് പോണ വഴിക്ക് അവൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒരു ബസ് ഒന്ന് ഒറ്റ ഇടിയ ഓടിപ്പിടിച്ച് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുക, പപ്പ എനിക്കെന്ന പൈസ തന്നിരുന്നത് എനിക്ക് ഗതി വരുമെന്ന്. അതിന് ശേഷം കല്യാണം, ചന്തം ചാർത്തൊന്നും കൂടാറില്ല, എല്ലാം പടച്ചോൻ്റെ വിധി പോലെ. നന്നായിട്ടുണ്ട്. അല്ല, അതിന് മുന്നേ ഈ ഒരു വേഷം ഇങ്ങനെ തന്നെയാണോ വേഷം? അല്ലേ, ഇങ്ങനെ ഈ വേഷത്തിൻ്റെ ഒരു രഹസ്യം എന്താ? ഈ വേഷത്തിലെന്ന് വെച്ചാൽ വിനായകൻ ചേട്ടൻ മാത്രമാണോ ചെയ്യണമെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറ്. ഞാൻ വിനായകൻ ചേട്ടൻ കണ്ടിട്ടുണ്ട്. നാട്ടിലിപ്പോൾ ആരും സുമേഷെന്ന് വിളിക്കാറില്ല, വിനായക എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണ്ടേ. അപ്പം അതിനുവേണ്ടി ദൈവം എനിക്ക് ഒരു നല്ല സാധനം കൂടി തന്നു. ഹരിശ്രേഷ്ഠൻ ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, മ്യൂസിക് കലാകാരനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ ഒരു ശബ്ദവും രൂപവും ഒക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് തന്നെ നോക്കാം. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ഉള്ളത് വെച്ച് ഓണം പോലെ. അങ്ങനെ അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ അങ്ങനെയാണോ പറഞ്ഞത്? ഓണം പോലെ എന്നാണോ പറഞ്ഞത്? ഉള്ളതുപോലെ. കാണാന്ന് പറഞ്ഞപ്പോൾ ഞാനോടത്ത് കാണുക കണ്ണായിരുന്നു. ചോറ് തിന്നാനും നടന്നില്ല. താഴമ്പും മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന സുപ്രഭാതം. എന്റെ പൊന്നു ദൈവമേ. അടിപൊളി അടിപൊളി. ഞാനും പറഞ്ഞു അടിപൊളി. നമ്മൾ പറഞ്ഞതാണ്, നമ്മളല്ലേ പറയാനുള്ള അടിപൊളി. അല്ല, നമ്മൾ പറഞ്ഞാൽ നമ്മളും നമ്മുടെ കൂടുതൽ പ്രേക്ഷകർ പറയുമ്പോഴല്ലേ നമ്മൾ പുലിയാകണം. പിന്നെ ഓഡിയൻസിൻ്റെതാണല്ല. ലാസ്റ്റ് പ്രോഗ്രാം ഇവിടെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാം പിന്നെ അയ്യമ്പുഴ അങ്കമാലി അടുത്ത് ഒരു പള്ളിയിലായിരുന്നു. കറക്റ്റ് 7 മണിക്ക് പള്ളി പരിപാടിയൊക്കെ കറക്റ്റ് 7 മണിക്ക് തുടങ്ങി. ശരിക്കും ഒരു 1 man ഷോ ആണ്. വൺ മാൻ ഷോ ആണ് ജീവിതം. ഒറ്റക്കാണെല്ലാം നമ്മളെല്ലാം നേടിയത്. ഒറ്റക്കാണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കൂടുതൽ പ്രേക്ഷകനും ദൈവമുണ്ട്. പ്രേക്ഷകനെന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവമാണ്. നമ്മുടെ മുമ്പിൽ 1000 പേരുണ്ടെങ്കിലും 500 പേരുണ്ടെങ്കിലും അവർ നമ്മൾ ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. കാരണം ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ, ഈ ഒരു ഫ്രെയിം ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരില്ല. കേൾക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ നമ്മളില്ല. സത്യം. അതിൻ്റെ ഭാഗ്യം. അത് ശരിയാണ് ചേട്ടാ. നമുക്ക് വേണ്ടിയിട്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ വേറൊരു വേരിയേഷൻ കൂടെ ഒന്ന് ചെയ്യാമോ? ചേട്ടൻ ഭയങ്കരമായിട്ട് ചെയ്ത ഒരു ഇമോഷണൽ ചെയ്യേണ്ട ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. മുതലാളിക്ക് അറിയാൻ പാടില്ല. കടപ്പുറത്ത് സോഡാ പോലും ഇല്ലാന്നറിയാവാ. ഞാൻ പായൽ വരെയാണ് തിന്നത്. സത്യം പേട്ട മുതലാളി ഒരു കാര്യം പറഞ്ഞാൽ മുതലാളിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മുതലാളി ഒരു തെറ്റാണ്. എൻ്റെ ദൈവമേ. അടിപൊളി. അപ്പോൾ ചേട്ടാ, ഫാമിലി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഫാമിലി വിശേഷം പിന്നെ 2 കുട്ടികൾ, അബി, അലൻ. വൈഫിൻ്റെ പേര് മഞ്ജു. പഠിക്കുകയാണ് കുട്ടികൾ? കുട്ടികൾ പഠിക്കുന്നു. 8ാം ക്ലാസ്, 4ാം ക്ലാസ്. വൈഫ് അവിടെ പമ്പിൽ തന്നെ ജോലി ചെയ്യുന്നു. കൊട്ടാരക്കരയിലാണ് ഇത്. അതിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രധാനമല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന ആളെ നമുക്ക് കിട്ടുക. വൈഫിൻ്റെ പേരെന്തായിരുന്നു? മഞ്ജു. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പമ്പിൽ ജോലി ചെയ്യുന്നു. മനസ്സിലായി. അപ്പോൾ നാട്ടിൽ എന്താ ഇപ്പം ശരിക്കും പറഞ്ഞ സുമേഷ് ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ മീൻസ് ഫിഗർ ഷോ ഒക്കെ വൈറലായിട്ട് നാട്ടുകാരെന്താണ് പറയുന്നത്? അപ്പോൾ നാട്ടുകാർ നല്ല സ്വീകരണമാണ്. നല്ല സ്വീകരണം വെച്ചാൽ ഇപ്പോൾ ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാണ്. ഞാനൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്തതാണ് ഇങ്ങനൊരു സംഭവങ്ങൾ. മൈക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യിച്ചിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ഈ സംഭവം വന്നതിന് ശേഷം ഒരു പിന്നെ 10-21 ഇൻ്റർവ്യൂ. ഫസ്റ്റ് എനിക്ക് ഒരു ഇൻ്റർവ്യൂ തരുന്നത് മഴവിൽ മനോരമയാണ്. മനോരമ ചാനലിൽ നിന്ന് നേരിട്ട് വിളിക്കുന്നു. അങ്ങനെ അവർ വന്ന് ചെയ്യുന്നു, നാട്ടിൽ വന്ന് ചെയ്യുന്നു. ശേഷം മനോരമ പത്രം, മാതൃഭൂമി പത്രം, ഇതെല്ലാത്തിനും നമ്മുടെ ആലപ്പുഴ എഡിഷനിൽ ഇങ്ങനെ വരും. ഇവിടെയുണ്ട് വിനായകൻ, മനസ്സിലായോ സാറേ എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശം. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് നമ്മളെ പോലത്തെ സാധാരണ കലാകാരന് ഈ ഒരു ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നമാണ്. അതൊക്കെ വലിയ ഭാഗ്യമാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ടീമിനോട്, പ്രത്യേകിച്ച് ക്രൂവിനോട് ആത്മാർത്ഥമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അതാണ് അത് ചോദിക്കുമ്പോഴാണ് ശരിക്കും ഇപ്പോൾ ഫിഗർ ഷോ ചെയ്യുന്നുണ്ട്, പിന്നെ ഇമിറ്റേഷൻ ചെയ്യുന്നു. ഇതല്ലാതെ എന്താണ് ശരിക്കും പറഞ്ഞ ജോലി? പെയിന്റിംഗ് ആണ്. പിന്നെ അത്യാവശ്യം നാട്ടിലെ എല്ലാ പണിക്കും പോകും. എന്തെങ്കിലും തടി മേളിൽ കയറി വിട്ടത്തില്ല. താഴത്തെ കമ്പിലൊക്കെ ഇങ്ങനെ കിള്ളിയൊക്കെ നിന്നിട്ട് 1200 രൂപയൊക്കെ മേടിച്ചുകൊണ്ട് പോകും. പെയിന്റിംഗ് ഉണ്ട്. പിന്നീട് അത്യാവശ്യം പിന്നെ നമുക്ക് ഞങ്ങൾക്ക് ആയിൽ സൈഡാണ്. അപ്പോൾ മീനിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അത് വേറെ ആരെങ്കിലും പിടിക്കും, ഞാൻ നോക്കി നിൽക്കും. എനിക്കറിയില്ല, മീൻ പിടിക്കാൻ അറിയില്ല. ഞാൻ 44 വയസ്സുണ്ട്. എനിക്ക് 44 വയസ്സിൽ ഒരു 40 വർഷവും പുഴയുടെ സൈഡിലാണ് താമസിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കാനും അറിയില്ല. അപ്പം ആലപ്പുഴക്കാരനായിട്ട് ആലപ്പുഴ വീശാൻ പോലും അറിയില്ല. മറ്റേ വല കൊണ്ട് വീശിയല്ലേ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആലപ്പുഴ, പക്ഷേ അവരെല്ലാവരും നല്ലതായിട്ട് മീൻ പിടിക്കും. എനിക്കറിയില്ല.
എനിക്കറിയില്ല. അറിയില്ല. ഓക്കെ. ചിലപ്പോൾ നമുക്ക് ഇത് തന്നുകൊണ്ടായിരിക്കും മറ്റേത് ഇതൊന്നും തരാഞ്ഞത്. ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ആരെടുത്തായിരിക്കും? നന്ദി പറയുന്നത് എനിക്ക് ആദ്യമായിട്ട് മിമിക്രി പഠിപ്പിച്ച എൻ്റെ ഒരു ഗുരു ഉണ്ട്, റെജി പട്ടണക്കാട്. കാരണം ഒരു 6-7 കിലോമീറ്റർ ദൂരെ നടന്ന് ഞാൻ പോയി മിമിക്രി പഠിക്കും. പഠിച്ചിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ച് തരും. പിന്നെ എന്നെ ആദ്യമായിട്ട് ഒരു ചാനലിലേക്ക് എന്നുവെച്ചാൽ ഏഷ്യാനെറ്റിലെ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ വലിയ ബ്രഹ്മാണ്ഡ ഒരു റിയാലിറ്റി ഷോയിലേക്ക് എന്നെ കൊണ്ടുവന്നാക്കിയത് അനിൽ മാടക്കൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അനിൽ മാടക്കൽ ടീമിലുണ്ടായിരുന്നു? ടീമിലുണ്ടായിരുന്നു. ടീമിൻ്റെ പേര് ടീം റോക്ക് എന്ന്. അതിന് മെയിനായിട്ടുള്ള ആളായിരുന്നു? അത് അനിലായിരുന്നു മെയിനായിട്ടുള്ളത്. അതിലുണ്ടായിരുന്ന രാജേഷ് പാണാവള്ളി, ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഗ്രൂമേഴ്സായിട്ട് നിൽക്കുന്ന രാജേഷ് പാണാവള്ളി, പിന്നെ ശ്യാം തൃക്കുന്നപ്പുഴ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നെൽസൺ ചേട്ടൻ, അവരൊക്കെ ഓരോരോ ടീമിലാണ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് മെയിനായിട്ട്? അതെ അതെ, മിമിക്രിയാണ് നമ്മുടെ ജീവിതം. മിമിക്രി തന്നെയാണ്. അപ്പം ശരിക്കും ഷോ ഉണ്ടല്ലോ ഇപ്പോൾ? ഷോ പൊതുവെ ഇച്ചിരി കുറവ്. എന്നാ വെച്ചാൽ മരുന്നും കൊണ്ടല്ല, ഈ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ തിരുവാതിര കളി, പിന്നെ സമയത്തിൻ്റെ ഭയങ്കര പ്രശ്നം. ഈ 8 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് നിർത്തുള്ള ഒരു വിഷയമില്ല. അത് നമ്മളെപ്പോലെ സാധാരണ കലാകാരന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഓക്കെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ ഒരു കലാ ഫീൽഡിലേക്ക് വന്നു, ഇത്രയും വർഷമായി. എത്ര വർഷമായി ഇപ്പോൾ മൊത്തം? ഒരു 30-35 വർഷം. 30-35 വർഷമായി. ഈ 35 വർഷത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചേട്ടന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം നമുക്ക് വേണ്ടി പറയാം? ഒരുപാട്. കാരണം വെച്ചാൽ എൻ്റെ വീട് ഓലപ്പുരയായിരുന്നു. അപ്പോൾ ഓലപ്പുരയിൽ ഞാനിങ്ങനെ കഴിയുന്നു. ഓലപ്പുര വെച്ചാൽ ഇപ്പോൾ മോഹൻലാലിനെ പോലെ നിൽക്കുകയാണ്. കാരണം ഒരു സൈഡിലേക്ക് നിൽക്കുകയാണ്, എപ്പോഴാണ് വീടെന്ന് അറിയാൻ പറ്റില്ല. ആ സമയത്താണ് എൻ്റെ ഒരു മിമിക്രി കാണാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത്, കോട്ടയത്തുള്ളൊരു സുഹൃത്ത് വരികയും അയാൾ അവിടെ വെച്ച് എന്നെ കണ്ടു പരിചയപ്പെടുന്നു. ഞാൻ വിനായനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു പേനായും പേപ്പറും തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കായലും പുഴയൊക്കെ ഉള്ളതുകൊണ്ട് വല്ല കവിത എഴുതാനാണോ നോക്കും. പക്ഷെ അതല്ലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വീടിൻ്റെ ആ ചരിഞ്ഞിരിക്കുന്ന വീട് നിവർന്നതുപോലെ വരച്ചു. അതിൻ്റെ പിന്നെ കറക്റ്റ് സ്കെച്ചൊക്കെ ഇട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീട് വെച്ച് തന്നു. എൻ്റെ ജീവിതത്തിൽ നമുക്ക് കാരണം ഒരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. ബിബിൻ കോട്ടയം, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ബിബിൻ കോട്ടയം, അതുപോലെ പ്രശസ്ത ഗായകൻ ജോൺസൺ കാരിത്താസ്, അവരുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഒരാഴ്ച കൊണ്ട് ഒരു വീടുണ്ടാക്കി തന്നു. അത് എൻ്റെ ജീവിതത്തിൽ പറയുമ്പോൾ എൻ്റെ തൊണ്ടയിറങ്ങും. കാരണം നമുക്ക് ആരാ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്? ഉള്ള വീട് പൊളിച്ചു കളയാൻ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കലയെ സ്നേഹിച്ച് വന്നിട്ട് ആ സംഭവം ചെയ്ത ആ വ്യക്തിയോട് ഒരുപാട് നന്ദിയുണ്ട്. വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്? തീർച്ചയായിട്ടും. നമ്മൾ സ്ഥിരം ഓരോ പുതിയ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ടീമാണ് അവർ. ആത്മാർത്ഥത എന്ന് വെച്ചാൽ അതാണ് ആത്മാർത്ഥത. ആ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ചേട്ടൻ ഇപ്പോൾ വർക്കുകളെല്ലാം കിട്ടി ആട് 3 വരെ എത്തിയിരിക്കുന്നത്. ആ ഒരു പ്രപഞ്ചത്തിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയണം. തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും.